എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് 10th പ്രിലിംസിന് വേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൽപ്പാത്തി സമരത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ പ്രധാന സംഘടന. കൽപ്പാത്തി സമരത്തിന്റെ ഭാഗമായ ഇന്ത്യയിലെ പ്രധാന സംഘടന ആര്യസമാജം. അപ്പോൾ കൽപ്പാത്തി സമരത്തിന്റെ ഭാഗമായ ഇന്ത്യയിലെ പ്രധാന സംഘടന ഏതാണ്? ആര്യസമാജം. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസർ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച മലയാളി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി. ആൻസർ സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? ആൻസർ സി രാജഗോപാലാചാരി. അപ്പൊ സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെ? ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി. ആൻസർ രാജീവ് ഗാന്ധി. അപ്പൊ രാജീവ് ഗാന്ധിയാണ് നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല. കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല. ആൻസർ മലപ്പുറം. അപ്പം മലപ്പുറമാണ് കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ആൻസർ ഗോദാവരി. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കൊരു കൾച്ചറേ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ ദേശീയ നേതാവ് ആര്? എനിക്കൊരു കൾച്ചറേ അറിയൂ അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞ ദേശീയ നേതാവ്. ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലാണ് പറഞ്ഞത് എനിക്കൊരു കൾച്ചറേ അറിയൂ അത് അഗ്രികൾച്ചർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ ആശ്വാസകിരണം. അപ്പം മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? 2019 ജൂലൈ 22. അപ്പൊ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്നാണ് 2019 ജൂലൈ 22. അടുത്ത ക്വസ്റ്റ്യൻ, രേണുക തടാകം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഹിമാചൽ പ്രദേശ്. രേണുക തടാകം ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശിലെ തടാകമാണ് രേണുക തടാകം. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ സുബ്രഹ്മണ്യ തിരുമുമ്പ്. അപ്പൊ സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ആൻസർ ഇടുക്കി. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1914 സേവാസമിതി സ്ഥാപിച്ച വ്യക്തി ആര്? അപ്പൊ 1914 സേവാസമിതി സ്ഥാപിച്ചത്. അത് ആരാണെന്ന് വെച്ചാൽ HN ഹുൻസ്രു. അപ്പൊ 1914 സേവാസമിതി സ്ഥാപിച്ച വ്യക്തിയാണ് HN ഹുൻസ്രു. അടുത്ത ക്വസ്റ്റ്യൻ, ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ. ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ. ആൻസർ SP സിൻഹ. അപ്പൊ SP സിൻഹയാണ് ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അപ്പൊ ഉപദ്വീപീയ നദികളിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങൾ. ആൻസർ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ.
അടുത്ത ക്വസ്റ്റ്യൻ, മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം. മാംഗനീസ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഒഡീഷ. അപ്പം മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്. ആൻസർ ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ അറിയപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ അറിയപ്പെടുന്നത്. ആൻസർ ഗാങ്. അപ്പം ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗാങ്. അടുത്ത ക്വസ്റ്റ്യൻ, ENT ഡോക്ടർമാർ ഹെഡ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം. ENT ഡോക്ടർമാർ ഹെഡ് മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം. ആൻസർ കോൺകേവ് ദർപ്പണം. ഇപ്പോൾ ENT ഡോക്ടർമാർ ഹെഡ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടത്തുന്ന പ്രവർത്തനം. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടത്തുന്ന പ്രവർത്തനം. ആൻസർ ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പം ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം നടത്തുന്ന പ്രവർത്തനം. അടുത്ത ക്വസ്റ്റ്യൻ, അവായു ശ്വസനം വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഫലമായി പേശികളിൽ രൂപപ്പെടുന്ന ആസിഡ്. അവായു ശ്വസനം വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഫലമായി പേശികളിൽ രൂപപ്പെടുന്ന ആസിഡ്. ആൻസർ ലാക്റ്റിക് ആസിഡ്. അപ്പൊ അവായു ശ്വസനം വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഫലമായി പേശികളിൽ രൂപപ്പെടുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം. ആൻസർ ന്യൂക്ലിയസ്. അപ്പൊ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത്. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത്. ആൻസർ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. അപ്പം ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്നാണ്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. താങ്ക്